അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ നിര്യാണ കാലത്ത് യാക്കോബ് തൻ്റെ മക്കളെ അരികെ വിളിച്ച് അനുഗ്രഹിക്കുവാൻ തുടങ്ങി. യാക്കോബിൻ്റെ 12 മക്കളിൽ യോസെഫ് അന്ന് മിസ്രൈമിലെ മേലധികാരിയാണ്. ദേശത്ത് കഠിനമായ ക്ഷാമമാണ്. യോസെഫിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. തൻ്റെ സഹോദരന്മാരിൽ വെച്ച് യോസെഫിനെ പോലെ ദൈവാത്മാവുള്ളൊരു മനുഷ്യനെ ആ ദേശത്തെങ്ങും കണ്ടുകിട്ടാനില്ല. അത്രത്തോളം യോസെഫ് അനുഗ്രഹിക്കപ്പെട്ടവനായി. മിസ്രൈം ദേശത്തിൻ്റെ മാത്രമല്ല, ഭൂതലത്തിലെ മുഴുവൻ ക്ഷാമവും തീർക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണ്. അപ്പോഴാണ് അപ്പൻ്റെ അനുഗ്രഹ വചനങ്ങൾ വന്നത്. യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം. അതത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ്. കാരണം അപ്പൻ എന്തു പറഞ്ഞോ അതുപോലെ തന്നെയാണ് യോസെഫ് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ഫലപ്രദമായൊരു വൃക്ഷമാണ്. കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, മിസ്രൈം ദേശത്തിന് വേണ്ടി മാത്രമല്ല, ഭൂതലത്തിലെ സകല മനുഷ്യർക്കും അവനൊരു അനുഗ്രഹമായിരിക്കുകയാണ്. യോസെഫ് ഫലപ്രദമായൊരു വൃക്ഷമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യോസെഫിൻ്റെ സഹോദരന്മാരൊന്നും യോസെഫിനെ പോലെ അന്ന് അത്ര ആക്റ്റീവല്ല, അത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടില്ല. പലരും ഉറങ്ങുകയാണ്, പലരും തളർന്നു കിടക്കുക, പലരും ക്ഷീണിച്ചിരിക്കുക. യോസെഫിനെ പോലെ പ്രയോജനപ്പെടാൻ അന്ന് ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ അപ്പൻ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ 12 മക്കളിൽ ഒരുവനായ യഹൂദായുടെ അടുക്കൽ വന്നപ്പോൾ യഹൂദായെ നോക്കി അപ്പൻ പറഞ്ഞ പ്രവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യാക്കോബ് പറയുകയാണ്, യഹൂദ ഒരു ബാലസിംഹമാണ്, അവൻ ഇര പിടിച്ചു കയറിയിരിക്കുന്നു, അവൻ്റെ അകത്ത് ഒരു സിംഹം പതുങ്ങിക്കിടക്കുന്നുണ്ട്, ആർ അവനെ എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, യോസെഫിൽ കാണാത്ത ചില കാഴ്ചകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഹൂദായിൽ കാണുകയാണ്. അതോത് വെളിപ്പെട്ട് വരുമ്പോൾ ആ സമയത്ത് യോസെഫിനെ പോലെ അത്രത്തോളം ഒന്നും യഹൂദ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, അത്രത്തോളം ബ്ലസ്ഡ് അല്ല. എങ്കിലും ഉറങ്ങിക്കിടക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് ചില കാഴ്ചകൾ കാണുകയാണ്. അവൻ്റെ അകത്തൊരു സിംഹം പതുങ്ങിക്കിടക്കുന്നുണ്ട്. രാജ്യത്വത്തിൻ്റെ ചെങ്കോലുകൾ യഹൂദയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്നു. അടുത്തതൊരു ചോദ്യമാണ്, ആർ അവനെ എഴുന്നേൽപ്പിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു ആലോചന പറയുകയാണ്. ആർ അവനെ എഴുന്നേൽപ്പിക്കും? ഇന്ന് പകൽ ഉറങ്ങിക്കിടക്കുന്നു, തണുത്തിരിക്കുന്നു, തളർന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ തലമുറയ്ക്കകത്ത് രാജത്വത്തിൻ്റെ ചെങ്കോലുകൾ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ശക്തന്മാരായ അഭിഷിക്തന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? അതെ, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ചെറുതാക്കരുത്. അവൻ്റെ അകത്ത് ഒരു മനുഷ്യൻ മറഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു ദൈവ മനുഷ്യൻ. ദൈവം കാണുകയാണ്. അവൻ്റെ അകത്ത് പതുങ്ങിക്കിടക്കുന്ന ഒരു ബാലസിംഹം. അത് ബലഹീനനല്ല കേട്ടോ, ഇര പിടിച്ചു കയറുന്നവനാ. രാജാക്കന്മാർ മറഞ്ഞിരിക്കുകയാ, അവകാശമുള്ളവൻ മറഞ്ഞിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ
നിങ്ങളുടെ തലമുറയിൽ വിശ്വാസത്താൽ ഇന്ന് പകൽ ചിലത് കാണണം. ഫറവോൻ എബ്രായരുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുമ്പോൾ ഒരു ലേവ്യ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. മോശ എന്നാണ് അവൻ്റെ പേര്. അവൻ ജനിച്ചു വീണപ്പോൾ, അതികഠിനമായ ശോധനകളുടെ നടുവിൽ ഒരു കുഞ്ഞു പിറന്നപ്പോൾ, ആ മാതാപിതാക്കൾ ആ കുഞ്ഞിൽ ഒരു രക്ഷകനെ കണ്ടു. ഇവൻ തൻ്റെ സഹോദരന്മാർക്ക് ഒരു അനുഗ്രഹമായിരിക്കും, ദൈവവിനെ ഉപയോഗിക്കും എന്ന് വിശ്വസിച്ച് അവർ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. നിങ്ങളത് കാണുന്നുണ്ടോ? നിങ്ങൾക്കത് കാണുവാൻ കഴിയുന്നുണ്ടോ? ആയിരങ്ങൾക്കില്ലാത്ത ഒരു കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാ. ദൈവം തന്നതാണ്. നിങ്ങൾ അവനെ ചെറുതാക്കരുത്. അവൻ്റെ അകത്ത് അപ്പോസ്തലനുണ്ട്, പ്രവാചകനുണ്ട്. നിങ്ങൾ വിശ്വാസത്താൽ അത് കാണണം. നിങ്ങൾ വിശ്വാസത്താൽ അത് പ്രഖ്യാപിക്കണം. അതെ, ആർ അവനെ എഴുന്നേൽപ്പിക്കും? നിങ്ങൾക്ക് അവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഈ 2026 നിങ്ങളുടെ തലമുറയിൽ ശക്തന്മാരായ അഭിഷിക്തന്മാർ, മിഷനറിമാർ എഴുന്നേൽക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എന്ന് നമുക്ക് ആശംസിക്കാം, എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതെ, അങ്ങനെ തന്നെ നിങ്ങളുടെ തലമുറകളിൽ നിന്ന് ശക്തന്മാർ എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുക, വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.